മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട അല്പസമയത്തിനകം തുറക്കും. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് നമ്പൂതിരി നട തുറന്ന് ശ്രീകോവിലിൽ ദീപം തെളിയിക്കും. ജനുവരി 14 മകരവിളക്ക്. വിവരങ്ങൾ നൽകാൻ മിഥുൻ മുരളിയുണ്ട് സന്നിധാനത്തു നിന്നും. മിഥുൻ മുരളി, മണ്ഡലകാലം കഴിഞ്ഞ് 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ശബരിമല നട തുറക്കുന്നത്. മകരവിളക്കാലത്തെ പൂജകൾ നാളെ പുലർച്ചെ 3 തുടങ്ങുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് തിരക്ക്, എങ്ങനെയാണ് അല്പസമയത്തിനകം നട തുറക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? വിവരങ്ങൾ. അമല്, ശരണമന്ത്ര മുഖരിതമാണ് സന്നിധാനം. രാവിലെ 11 മണി മുതൽ പമ്പയിൽ നിന്നും ഭക്തരെ കടത്തിവിട്ടു തുടങ്ങി. നിലയ്ക്കൽ മുതൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. സ്പോട്ട് ബുക്കിംഗിനടക്കമുള്ള കേന്ദ്രങ്ങളിൽ വലിയ തിരക്ക് ഇന്ന് രാവിലെ മുതൽ അനുഭവപ്പെടുന്നുണ്ട്. ഭക്തർക്ക് കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ട്. സന്നിധാനത്ത് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സന്നിധാനത്ത് അനിയന്ത്രിതമായ ഒരു തിരക്ക് അനുഭവപ്പെടുന്നില്ല. ഈ സമയത്ത് അല്പസമയത്തിനുള്ളിൽ തന്നെ നട തുറക്കും. ഇന്ന് പ്രത്യേക പൂജകളില്ല. ഇന്ന് രാത്രി 11 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കും. ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഇ.ഡി. പ്രസാദ് നമ്പൂതിരി ശ്രീകോവിലിൽ നട തുറന്ന് ദീപം തെളിയിച്ച് ഈ മകരവിളക്ക് തീർത്ഥാടനത്തിന്, മകരവിളക്ക് മഹോത്സവത്തിന്റെ നട തുറക്കുന്ന ആ ചടങ്ങിന് തുടക്കം കുറിക്കും. അതിനുശേഷം മേൽശാന്തി 18 പടി ഇറങ്ങി ആഴിയിൽ അഗ്നി പകരുന്നതോടുകൂടി ഭക്തർ 18 പടി കയറി തുടങ്ങും. മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കമാകും. മണ്ഡല പൂജയ്ക്ക് ശേഷം 2 ദിവസത്തേക്ക് നട അടച്ചതിന് ശേഷമുള്ള മകരവിളക്ക് തീർത്ഥാടനത്തിന് വേണ്ടിയുള്ള നട തുറക്കുന്ന ആ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ ക്ഷേത്ര പ്രദക്ഷിണമാണ് നടക്കുന്നത്. മേൽശാന്തി ഇ.ഡി. പ്രസാദ് നമ്പൂതിരി, തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മറ്റ് അനുബന്ധ മേൽശാന്തിമാർ എല്ലാം ചേർന്നുകൊണ്ടുള്ള പ്രദക്ഷിണ ചടങ്ങ് ഇപ്പോൾ സന്നിധാനത്ത് നടക്കുന്നു. ഇതിനുശേഷമാണ് ശ്രീകോവിലിൽ ഉള്ള ചടങ്ങുകൾ നടക്കുന്നത്. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഇ.ഡി. പ്രസാദ് നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കുന്ന ചടങ്ങ് അല്പസമയത്തിനുള്ളിൽ തന്നെ 5 മണിക്ക് തന്നെ നട തുറക്കുന്ന ആ ചടങ്ങ് ഉണ്ടാകും. അതിനോടനുബന്ധിച്ചിട്ടുള്ള ക്ഷേത്ര പ്രദക്ഷിണ ചടങ്ങാണ് നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ തിരക്ക് അനുഭവപ്പെട്ട ഒരു മണ്ഡലകാലം, അതിനുശേഷമുള്ള മകരവിളക്ക് തീർത്ഥാടന കാലം, മകരജ്യോതി ദർശനം, തിരുവാഭരണ വിഭൂഷത്തിനായിട്ടുള്ള ഭഗവാനെ ഒരു നോക്ക് കാണുന്നതിനുള്ള ആ ഒരു സമയം, ഒപ്പം തന്നെ തിരുവാഭരണ ഘോഷയാത്ര പന്തളത്തിൽ നിന്നും പുറപ്പെട്ട് സന്നിധാനത്തെത്തുന്ന ആ 3 ദിവസങ്ങൾ, തിരുവാഭരണ ഘോഷയാത്രയെ സന്നിധാനത്ത് വരവേൽക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ, ഈ ക്രമീകരണങ്ങൾ, ഈ ഒരു ദിവസങ്ങൾ, പുണ്യ നിമിഷങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിൻ്റെ ആ ദിവസങ്ങൾക്കാണ് ഇന്ന് മുതൽ തുടക്കമാകുന്നത്. എന്തായാലും 30,000 ഭക്തജനങ്ങൾക്കാണ് ഇന്ന് വെർച്വൽ ക്യൂ വഴി ബുക്കിംഗ് അനുവദിച്ചിരിക്കുന്നത്, ദർശനം അനുവദിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ 2,000 ഭക്തജനങ്ങൾക്ക് ഈ സ്പോട്ട് ബുക്കിംഗ് സൗകര്യത്തിലൂടെയും ഇന്ന് ദർശനത്തിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ ക്ഷേത്രനട തുറക്കും. ആ ക്ഷേത്രനട തുറക്കുകയാണ്. ഈ മകരവിളക്ക് തീർത്ഥാടനത്തിന് വേണ്ടി, മകരവിളക്ക് മഹോത്സവത്തിന് വേണ്ടി ശബരീശ സന്നിധിയിൽ നട തുറക്കുന്നു. മേൽശാന്തി ഇ.ഡി. പ്രസാദ് നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കുന്നു. ആ നട തുറക്കുന്നതിൻ്റെ ശബരീശ സന്നിധിയിൽ, അയ്യപ്പ സന്നിധിയിൽ നട തുറക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ ശരണമന്ത്ര മുഖരിതമായി സന്നിധാനം മാറുകയാണ്. Namah
മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട തുറന്നു. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് നമ്പൂതിരിയാണ് നട തുറന്നത്. ജനുവരി 14 മകരവിളക്ക്. വിവരങ്ങൾ നൽകാൻ സന്നിധാനത്ത് നിന്ന് മിഥുൻ മുരളി തുടരുന്നുണ്ട്. മിഥുൻ മുരളി, ആദ്യ ദിനം തന്നെ ഭക്തരുടെ തിരക്ക് സന്നിധാനത്തുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ? അമല, വലിയ തിരക്കാണ്. നിലയ്ക്കൽ മുതൽ തിരക്കുണ്ട്. പമ്പയിൽ വരെ തിരക്ക്. പമ്പയിൽ നിന്നും ഭക്തരെ കടത്തിവിടുന്നെങ്കിലും നിലയ്ക്കൽ തിരക്ക് നിയന്ത്രിച്ചുകൊണ്ടാണ് സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നത്. സന്നിധാനത്ത് ഇന്ന് ഭക്തർക്ക് ദർശനം നടത്തുന്നതിൽ നിയന്ത്രണമുണ്ട്. 30,000 പേർക്കാണ് വെർച്വൽ ക്യൂ ബുക്കിങ്ങിലൂടെ ദർശനം നടത്താനാവുക. ഒപ്പം തന്നെ സ്പോട്ട് ബുക്കിങ്ങിലും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. നടപ്പന്തലിലടക്കം വലിയ തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. ഭക്തരെ 18-ാം പടി കയറ്റിവിടുക. ഇനി ശ്രീകോവിലിൽ നിന്നുള്ള ദീപം മേൽശാന്തി 18-ാം പടി ഇറങ്ങി ആഴിയിൽ അഗ്നി പകർന്നതോടു കൂടിയായിരിക്കും ഭക്തർക്ക് 18-ാം പടി കയറുന്നതിനുള്ള അനുവാദം ഉണ്ടാവുക. അത് അല്പസമയത്തിനുള്ളിൽ തന്നെ ആ ചടങ്ങ് നടക്കും. ആ ചടങ്ങിന് വേണ്ടി മേൽശാന്തി 18-ാം പടി ഇറങ്ങി താഴെ ആഴിയിൽ അഗ്നി പകരുന്ന ചടങ്ങിലേക്ക് കടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. തന്ത്രി മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി 18-ാം പടി ഇറങ്ങി താഴെ ആഴിയിൽ അഗ്നി പകരുകയാണ്. അഗ്നി പകർന്നതിന് ശേഷം ഭക്തരെ 18-ാം പടി കയറ്റി തുടങ്ങും. 18-ാം പടി കയറാം. ഭക്തജന പ്രവാഹത്തിന്റെയും ഒപ്പം തന്നെ ശബരിമല സന്നിധാനത്ത് നട തുറന്നിരിക്കുന്നതിന്റെയും കൂടെയൊക്കെ പ്രതീകമാണ് താഴെ ആ അഗ്നി എന്നുള്ളത്, ആഴി എന്നുള്ളത്. ആ ആഴിയിൽ അഗ്നി പകരുന്നതിന് വേണ്ടി ശ്രീകോവിലിൽ നിന്നുള്ള ദീപം 18-ാം പടി ഇറങ്ങി മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരി ആഴിയിൽ അഗ്നി പകരുന്നതിന് വേണ്ടി അവിടേക്ക് ആഴിയിലേക്ക് 18-ാം പടിക്ക് താഴേക്ക് 18-ാം പടി ഇറങ്ങി അഗ്നി പകരുകയാണ്. ആ ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനുശേഷം ഭക്തരെ 18-ാം പടി കയറ്റി തുടങ്ങും. നടപ്പന്തലിലടക്കം വലിയ തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ 11 മണി മുതൽ ഭക്തർ പമ്പയിൽ നിന്നും മല കയറി സന്നിധാനത്തേക്ക് എത്തി. 18-ാം പടിയിലും മരക്കൂട്ടം മുതൽ ക്യൂ ഉണ്ട്. മരക്കൂട്ടം മുതൽ 18 നടപ്പന്തൽ വരെയുള്ള വിവിധ ഇടങ്ങളിൽ ഭക്തർ കാത്തു നിൽക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഭക്തരെ ഇനിയിപ്പോൾ ഈ ചടങ്ങ് പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഭക്തരെ 18-ാം പടി കയറ്റിവിടുക. ഇനി പ്രധാനപ്പെട്ട ചടങ്ങ് ജനുവരി 12-ാം തീയതി പന്തളത്ത് നിന്നും, പന്തളം ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നിന്നും
തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടും. മകരസംക്രമ നാളിൽ അയ്യപ്പസ്വാമിക്ക് ചാർത്തുന്നതിനുള്ള തിരുവാഭരണവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ജനുവരി 12-ാം തീയതി പുറപ്പെടും. ജനുവരി 12-ാം തീയതി പുറപ്പെട്ട് വിവിധ ഇടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ജനുവരി 14-ാം തീയതി മകരസംക്രമ നാളിൽ വൈകിട്ട് ദീപാരാധനയ്ക്ക് മുൻപ് ഘോഷയാത്ര സന്നിധാനത്ത് എത്തും. മകരസംക്രമ നാളിൽ അയ്യപ്പസ്വാമിക്ക് ഈ തിരുവാഭരണം ചാർത്തി ദീപാരാധന നടക്കുമ്പോൾ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. ജനുവരി 19 വരെയാണ് ഭക്തർക്ക് ദർശനം നടത്തുന്നതിനുള്ള അനുവാദം ഉള്ളത്. ജനുവരി 18-ാം തീയതി വരെ നെയ്യഭിഷേകം. ജനുവരി 20-ാം തീയതി പന്തളം രാജപ്രതിനിധി ദർശനം നടത്തി മലയിറങ്ങുന്നതോടുകൂടി ഇത്തവണത്തെ മകരവിളക്ക് തീർത്ഥാടനത്തിന് സമാപനമാകും. എന്തായാലും വലിയ തിരക്ക് അനുഭവപ്പെട്ട ഒരു മണ്ഡലകാലമാണ്. മണ്ഡലകാലത്തിന് ശേഷം ഇപ്പോൾ മകരവിളക്ക് തീർത്ഥാടനം ആരംഭിക്കുമ്പോഴും എല്ലാ ദിവസവും വലിയ തിരക്ക് അനുഭവപ്പെടുന്നുമുള്ള ഒരു വിലയിരുത്തലുണ്ട്. ജനുവരി 11, 12, 13, 14 തീയതികളിൽ ഈ മകരവിളക്ക് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ടുള്ള മകരവിളക്ക് ബന്ധപ്പെട്ട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. ജനുവരി 12-ാം തീയതി 11-ാം തീയതി 70,000 ഭക്തർക്ക്, ജനുവരി 12-ാം തീയതിയും 70,000 ഭക്തർക്കും, ഒപ്പം തന്നെ മകരസംക്രമ നാളിന്റെ തലേ ദിവസം ജനുവരി 13-ാം തീയതി 35,000 പേർക്കും, ജനുവരി 14-ാം തീയതി 30,000 ഭക്തർക്കുമാണ് ദർശനം നൽകുക. ഈ വെർച്വൽ ക്യൂ ബുക്കിംഗ് വഴി ദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാകുന്നതിനനുസൃതമായിട്ടാണ് ഈ സ്പോട്ട് ബുക്കിംഗിലെ 2,000 എന്നുള്ള പരിധി അത് വർദ്ധിപ്പിക്കണോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എന്തായാലും ഉണ്ടാവുക. ഇപ്പോൾ നിലവിൽ നടപ്പന്തലിന് താഴെയും 18-ാം പടിക്ക് താഴെയുമൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ട്. മണിക്കൂറുകളായി വിവിധയിടങ്ങളിൽ ഭക്തർ സന്നിധാനത്ത് വിവിധ ഭാഗങ്ങളിലായി ഭക്തർ കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ ആഴിയിൽ അഗ്നി പകരുന്ന ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഭക്തരെ 18-ാം പടി കയറ്റി തുടങ്ങും. എന്തായാലും വലിയ തിരക്ക് ഇപ്പോൾ നമുക്ക് സന്നിധാനത്ത് 18-ാം പടിക്ക് താഴെ കാണും. 18-ാം പടി ഭക്തരെ കയറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ തുടർച്ചയായിട്ടുള്ള ഭക്തജന പ്രവാഹമായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം സന്നിധാനത്ത് അനുഭവപ്പെടുക. വലിയ തിരക്കിന്റെ ദിവസങ്ങൾ, വലിയ തിരക്കിന്റെ മണിക്കൂറുകൾ, ശരണം വിളിയോടുകൂടി ശരണമന്ത്രം മുഖരിതമായി 18-ാം പടി കയറി വരുന്ന ഭക്തരുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. നിലയ്ക്കാത്ത പ്രവാഹമായി ഭക്തർ ഇനിയുള്ള ദിവസങ്ങളിൽ സന്നിധാനത്തേക്ക് ഒഴുകിയെത്തും. കഴിഞ്ഞ മണിക്കൂറുകൾ വരെ നിശബ്ദമായിരുന്ന, കാനന ശാന്തതയിലായിരുന്ന സന്നിധാനം നിമിഷ നേരം കൊണ്ട് ആ നിശബ്ദത ഭേദിച്ചുകൊണ്ട് ശരണമന്ത്ര മുഖരിതമായി മാറിയിരിക്കുന്നു. വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. സന്നിധാനത്ത് വിവിധ ഭാഗങ്ങളിൽ മണിക്കൂറുകളായി നടപ്പന്തലടക്കം കൂടുതൽ സമയം കാത്തുനിന്ന ഭക്തരാണിപ്പോൾ 18-ാം പടി കയറി സന്നിധാനത്തേക്ക് അയ്യപ്പസ്വാമിക്ക് അരികിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഫ്ലൈ ഓവറിലൂടെ ഭക്തർ സോപാനത്തിന് സമീപത്തേക്ക് എത്തുന്നു. കൂടുതൽ സമയം കാത്തുനിന്ന ഭക്തർ നിലയ്ക്കലടക്കം സ്പോട്ട് ബുക്കിങ്ങിന് വേണ്ടി വലിയ നീണ്ട നിരയാണ് ഇന്ന് രാവിലെ മുതൽ അനുഭവപ്പെട്ടത്. സ്പോട്ട് ബുക്കിംഗ് സംവിധാനം നൽകുന്നതിലടക്കം കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ട സാഹചര്യം ഇന്ന് ഭക്തർക്ക് ഉണ്ടായിരുന്നു. കൂടുതൽ സമയം നിലയ്ക്കൽ കാത്തു നിൽക്കേണ്ട സാഹചര്യം ഈ സ്പോട്ട് ബുക്കിംഗ് ക്രമീകരിച്ച് നൽകുന്നതിലടക്കം ആശയക്കുഴപ്പവും ഇന്ന് നിലയ്ക്കലിൽ നേരിട്ടു. ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അഭാവം, കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിലയ്ക്കലിൽ നിയോഗിക്കാത്തടക്കം അവിടെ സ്പോട്ട് ബുക്കിംഗ് ക്രമീകരിച്ച് നൽകുന്നതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഇന്ന് നേരിട്ടു എന്നുള്ളതാണ് ഭക്തരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന പ്രതികരണം. എന്തായാലും ഇപ്പോൾ 18-ാം പടി കയറി ഭക്തർ സന്നിധാനത്തേക്ക് അയ്യപ്പസ്വാമിക്ക് അരികിലേക്ക് എത്തുന്നു. ഫ്ലൈ ഓവർ കടന്ന് ഭക്തർ സോപാനത്തിന് സമീപത്തേക്ക് എത്തുകയാണ്. കൂടുതൽ ഭക്തർ, അയൽ സംസ്ഥാന ഭക്തരടക്കം കൂടുതലായി എത്തുന്നുണ്ട്. കാനനപാതയിലൂടെ ധാരാളം ഭക്തർ ഈ മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കം കുറിക്കുന്ന ദിവസവും എത്തുന്നുണ്ട്. 30,000 ഭക്തർക്കായിരുന്നു ഇന്ന് വെർച്വൽ ക്യൂ വഴി ബുക്കിംഗ് അനുവദിച്ചിരുന്നത്. എന്തായാലും വലിയ തിരക്കിന്റെ മണിക്കൂറുകളായിരിക്കും ഇനി ഉണ്ടാവുക എന്നുള്ളതാണ്. ഇനി അയ്യപ്പസ്വാമിയുടെ തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്ന് പുറപ്പെടുമ്പോൾ പന്തളത്ത് നിന്ന് സന്നിധാനം വരെയുള്ള തിരുവാഭരണ പാതയിൽ വിവിധയിടങ്ങളിൽ സ്വീകരണങ്ങൾ ഒരുക്കി കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങൾ ഉണ്ടാകും. ഒരു വർഷത്തെ കാത്തിരിപ്പാണ് അയ്യപ്പസ്വാമിയുടെ ഈ തിരുവാഭരണ ഘോഷയാത്രയെ ദർശിക്കുന്നതിനും തിരുവാഭരണ ഘോഷയാത്രയെ വരവേൽക്കുന്നതിനുമൊക്കെയുള്ള ഭക്തരുടെ ഒരു വർഷത്തെ കാത്തിരിപ്പിന്റെ പൂർണ്ണതയാണ് ജനുവരി 12 മുതലുള്ള ദിവസങ്ങൾ. ഒപ്പം തന്നെ സന്നിധാനത്തേക്ക് എത്തുമ്പോൾ തിരുവാഭരണ ഘോഷയാത്രയെ വരവേറ്റ് തിരുവാഭരണ വിഭൂഷിതനായിട്ടുള്ള ഭഗവാനെ ഒരു നോക്ക് ദർശിക്കുക എന്നുള്ളതും ഭക്തരുടെ ഒരു വലിയ ആഗ്രഹ സഫലീകരണത്തിന്റെ നിമിഷമായി മാറും. അത് ജനുവരി 14-ാം തീയതി മകരസംക്രമ നാളിൽ അങ്ങനെയുള്ള ആ കാത്തിരിപ്പിന്റെയൊക്കെ ഭക്തരുടെ ആഗ്രഹ സഫലീകരണത്തിന്റെയൊക്കെ ദിവസമായി മാറും. ജനുവരി 14-ാം തീയതി മകരസംക്രമ നാളിൽ വൈകിട്ട് ദീപാരാധന നടക്കുമ്പോൾ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. ഇനി ആ തിരുവാഭരണം ദർശിക്കുന്നതിനും തിരുവാഭരണ വിഭൂഷിതനായിട്ടുള്ള ഭഗവാനെ കാണുന്നതിനും ഒപ്പം തന്നെ ആ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുമ്പോൾ ആ ദിവ്യജ്യോതി ദർശിക്കുന്നതിനുമൊക്കെയുള്ള ഭക്തരുടെ കാത്തിരിപ്പിന്റെ ആ ദിവസങ്ങൾ, ആ മണിക്കൂറുകൾ ഇപ്പോൾ 18-ാം പടി കയറി ഭക്തജനങ്ങൾ സന്നിധാനത്തേക്ക് എത്തുന്ന ഈ നിമിഷം മുതൽ ശരണമന്ത്ര മുഖരിതമായി മാറിയിരിക്കുന്ന സന്നിധാനത്തെ ഈ ഒരു അന്തരീക്ഷത്തിൽ തന്നെ ഭക്തരുടെ ആ കാത്തിരിപ്പും ആരംഭിക്കുകയാണ്.
എന്തായാലും ഇനി 14-ാം തീയതി മകരസംക്രമ നാളിന് ശേഷം മകരജ്യോതി ദർശനത്തിന് ശേഷം 19-ാം തീയതി വരെയാണ് ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യമുണ്ടാവുക, ഭക്തർക്ക് ദർശനം അനുവദിക്കുക. അതിനുശേഷം 20-ാം തീയതിയാണ് പന്തളം രാജപ്രതിനിധി കൊട്ടാരം പ്രതിനിധി നാരായണവർമ്മ തമ്പുരാൻ ആചാരപരമായിട്ടുള്ള ദർശനം നടത്തി മലയിറങ്ങുന്നത്. 20-ാം തീയതി രാജപ്രതിനിധിക്ക് മാത്രമാണ് ദർശനം. അന്ന് രാവിലെ പന്തളം കൊട്ടാരം പ്രതിനിധി ദർശനം നടത്തി മലയിറങ്ങുന്നതോടുകൂടി ഇത്തവണത്തെ മകരവിളക്ക് തീർത്ഥാടനത്തിനും സമാപനമാകും. 2 മാസക്കാലം നീണ്ടുനിന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് ഇതോടുകൂടി ജനുവരി 20-ാം തീയതി പന്തളം രാജപ്രതിനിധി ആചാരപരമായിട്ടുള്ള ദർശനം നടത്തി മലയിറങ്ങുന്നതോടുകൂടി പൂർത്തീകരണമാകും. വലിയ തിരക്ക് മണ്ഡലകാലത്ത് അനുഭവപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ 36 ലക്ഷം ഭക്തരാണ് ഔദ്യോഗിക കണക്ക് പ്രകാരം മണ്ഡലകാലത്ത് തീർത്ഥാടനം നടത്തിയത്. അതുകൊണ്ട് തന്നെ മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ എല്ലാ ദിവസവും കൂടുതൽ ഭക്തർ എത്തും എന്നുള്ള ഒരു വിലയിരുത്തലുണ്ട്. മുൻ വർഷങ്ങൾ അപേക്ഷിച്ച് ഇത്തവണ മണ്ഡലകാലത്ത് തന്നെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു. നവംബർ 16-ാം തീയതി മണ്ഡലകാലത്തിന് തുടക്കം കുറിച്ച ആ ദിവസം മുതൽ വലിയ തിരക്കാണ് സന്നിധാനത്ത് എല്ലാ ദിവസവും അനുഭവപ്പെട്ടത്. എല്ലാ ദിവസവും ശരാശരി 80,000-ന് മുകളിൽ ഭക്തർ ദർശനം നടത്തി 1,00,000-ന് മുകളിലേക്ക് പോയ ദിവസങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ മുൻ വർഷങ്ങളിൽ മകരവിളക്ക് തീർത്ഥാടനത്തിന് വലിയ തിരക്ക് അനുഭവപ്പെട്ടതിന് വ്യത്യസ്തമായി മണ്ഡലകാലത്ത് തന്നെ തിരക്ക് അനുഭവപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തവണ മകരവിളക്ക് തീർത്ഥാടന കാലയളവിൽ വലിയ തിരക്ക്, അഭൂതപൂർവ്വമായിട്ടുള്ള തിരക്ക് ഉണ്ടാകും എന്നുള്ള ഒരു വിലയിരുത്തൽ, അതുമായി ബന്ധപ്പെട്ടുള്ള മുന്നൊരുക്കങ്ങളൊക്കെയാണ് സന്നിധാനത്ത് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. വലിയ തിരക്കിന്റെ ദിവസങ്ങൾ ഉണ്ടാകും എന്നുള്ള വിലയിരുത്തൽ, കാനനപാതകളിലൂടെ കൂടുതൽ ഭക്തർ മകരവിളക്ക് തീർത്ഥാടന കാലത്തും എത്തും എന്നുള്ള ഒരു വിലയിരുത്തൽ, അയൽ സംസ്ഥാന ഭക്തരുടെ എണ്ണം കൂടുതലായി ഉണ്ടാകും എന്നുള്ള ഒരു വിലയിരുത്തൽ, വരുമാന വർധനവടക്കമുണ്ടായ ഒരു തീർത്ഥാടന കാലമാണ് കഴിയുന്നത്. 332 കോടി രൂപയുടെ വരുമാനമാണ് ഇത്തവണ ഉണ്ടായത്. അത് മുൻ വർഷത്തേക്കാൾ 35 കോടി രൂപയുടെ അധിക വർധനവ് ഉണ്ടായി. അപ്പം അരവണ, മറ്റ് നടവരവ് അടക്കമുള്ള കാര്യങ്ങൾ എല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു കണക്ക് വരുമാന വർധനവ് 332 കോടി രൂപയുടെ വരുമാനം ഇത്തവണത്തെ മണ്ഡലകാലത്ത് ഉണ്ടായി. 35 കോടി രൂപയുടെ മുൻ വർഷത്തേക്കാൾ അധിക വരുമാന വർധനവും ഉണ്ടായിരിക്കുന്നു. ഫ്ലൈ ഓവർ കടന്ന് 18-ാം പടി കയറി ഫ്ലൈ ഓവർ കടന്ന് സോപാനത്തിന് സമീപത്തേക്ക് അയ്യപ്പസ്വാമിയുടെ അരികിലേക്ക് എത്തുന്ന ഭക്തരുടെ ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. മിനിറ്റിൽ 70 ഭക്തരെ വീതമാണ് 18-ാം പടി ഇപ്പോൾ കയറ്റിവിടുക എന്നുള്ളതാണ് 18-ാം പടിയിൽ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇന്ന് പ്രത്യേക പൂജകൾ ഒന്നുമില്ല. ഇന്ന് രാത്രി 11 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കും. നാളെ പുലർച്ചെ 3 മണിക്ക് നട തുറക്കും. പിന്നീട് നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം അടക്കമുള്ള പതിവ് പൂജകൾ. ഉച്ചയ്ക്ക് 1 മണിക്ക് ഉച്ചപൂജ പൂർത്തിയാക്കി നടയടയ്ക്കും. വൈകിട്ട് 6:30 നാളെ ദീപാരാധന, അത്താഴ പൂജ. പിന്നീട് രാത്രി 11 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കും. ഇനിയുള്ള ദിവസങ്ങളിൽ ഈ വിധത്തിലായിരിക്കും പൂജാക്രമങ്ങൾ ഉണ്ടാവുക. ഇന്ന് പൂജകൾ ഒന്നും തന്നെ, പ്രത്യേക പൂജകൾ ഒന്നും തന്നെയില്ല. ഭക്തരുടെ വലിയ നീണ്ട നിര 18-ാം പടിക്ക് താഴെ നടപ്പന്തലിലും മറ്റും നമുക്ക് കാണാവുന്നതാണ്. താഴെ മടക്കൂട്ടം മുതൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ നട തുറക്കുന്ന ദിവസം തന്നെ ദർശനം നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി എത്തിയിരിക്കുന്ന, ഏറെ നേരം പലയിടത്തും പമ്പയിലും നിലക്കിലുമൊക്കെ കാത്തു നിൽക്കേണ്ടി വന്ന ഭക്തരാണ് ഇപ്പോൾ 18-ാം പടി കയറി സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അയ്യപ്പസ്വാമിക്ക് അരികിലേക്ക് എത്തിയിരിക്കുന്നത്. ഭക്തിയുടെ നിർഭരമായിട്ടുള്ള അന്തരീക്ഷമാണ്. ശരണമന്ത്ര മുഖരിതമാണ്. 2 ദിവസത്തെ ശാന്തതയ്ക്ക് ശേഷം ശരണമന്ത്ര മുഖരിതമായി ഭക്തിസാന്ദ്രമായി മാറിയിരിക്കുകയാണ് ശബരിമല സന്നിധാനം. ഭക്തജന പ്രവാഹത്തിന്റെ മണിക്കൂറുകളായിരിക്കും ഇനി അങ്ങോട്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അമൽ. യെസ്, കാനന നിശബ്ദതയിൽ നിന്നും ശരണമന്ത്ര മുഖരിതമാവുകയാണ് വീണ്ടും സന്നിധാനം. ആദ്യ ദിനം തന്നെ അഭൂതപൂർവ്വമായ തിരക്കാണ് അനുഭവപ്പെടുന്നതെന്നാണ് മിഥുൻ മുരളി പറയുന്നത്. മണ്ഡലകാലം കഴിഞ്ഞ് 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ശബരിമല നട തുറക്കുന്നത്. മകരവിളക്ക് കാലത്തെ പൂജകൾ നാളെ പുലർച്ചെ 3 മണിക്കാണ് തുറക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി.